സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്ന് വ്യവസായ, വാണിജ്യ, നിക്ഷേപക പ്രോത്സാഹന മന്ത്രി ഖൈസ് അൽ യൂസഫ് ഇന്ത്യ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി മന്ത്രിതലത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൽപാദനം, ഗതാഗതം, ചരക്കുനീക്കം, ടൂറിസം, ഊർജ്ജം, ഖനനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിന് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് പറഞ്ഞ മന്ത്രി INMECCയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും ഉറപ്പു നൽകി. നവീന ആശയങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കാൻ ഇരു രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പ് നിക്ഷേപകർക്കായി ഒമാൻ ചേംബറുമായി ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. INMECC ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹിയുദ്ദീൻ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഒമാൻ ഡയറക്ടർ ഡേവിസ് കല്ലൂക്കാരൻ, വൈസ് ചെയർമാൻമാരായ ഡോക്ടർ ജെയിംസ് മാത്യു, സിദ്ദിഖ് അഹമ്മദ്, സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് മധുസൂദനൻ, കുവൈറ്റ് ഡയറക്ടർ രാജേഷ് സാഗർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒമാൻ ചാപ്റ്റർ വേറിട്ട പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒമാൻ ചേംബറിന് കീഴിൽ വിദേശ നിക്ഷേപക കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി ഡേവിസ് കല്ലൂക്കാരനെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്തിരുന്നു. നിലവിൽ 20 അംഗങ്ങളാണ് ഒമാൻ ചാപ്റ്ററിലുള്ളത്. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൂട്ടായ്മ. എൻലൈറ്റ് ന്യൂസ്, മസ്കറ്റ്.